നമസ്കാരം. വേടൻ്റെ കൂടെ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ദാ ബലാത്സംഗ കേസിൽ ഒരു പെൺകുട്ടി വന്നു, അതിനുശേഷം ഇപ്പോൾ മറ്റൊരു പെൺകുട്ടി കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇവർക്ക് ഇത്ര എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ ദളിതരായ ആളുകൾ പാട്ടുപാടുമ്പോഴും കലാരംഗത്ത് മികവ് നേടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇവർക്കിത്ര പേടി? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ദളിതരായ ആളുകൾ ഇന്ന് സംഗീത ലോകത്താണെങ്കിലും ലോകത്ത് ഇന്ന് ഒരു പടിപടിയായിട്ട് മുന്നോട്ട് കയറി വരികയാണ് ദളിതരായ ആളുകൾ. അപ്പോൾ ഇവർക്ക് എന്താണ് ഇത്ര പേടി എന്നുള്ളതാണ് എനിക്കറിയാൻ പറ്റാത്തത്. കാരണം അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദളിതരായ ആളുകൾ ഒരിക്കലും മേലോട്ട് പോകരുത് എന്നുള്ള ചിന്താഗതികളിലാണ്. കാരണം വേടനെ പോലെ ഇന്ന് വേടൻ നമ്മളെ കേരളത്തിൽ തന്നെ വേടൻ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങുന്ന ഒരു ഗായകനായിട്ട് മാറിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ദാ വേടൻ്റെ കൂടെ മറ്റൊരു പെൺകുട്ടി കൂടി ഒരു തുറന്നു പറയലിന് വന്നിട്ടുണ്ട്. വേടൻ എന്തെല്ലാം ചെയ്തു എന്നൊക്കെ, ഇതുപോലെ ലൈംഗികമായിട്ട് ഒരുപാട് ആളെയും ചൂഷണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റൊരു പെൺകുട്ടി കൂടി വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ബാക്കിൽ ആരാണ്? ഒരിക്കലും ഇവർ സ്വന്തമായിട്ട് ഇവരൊരു പരാതി കൊണ്ട് വരില്ല. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഉള്ള ആളുകളാണ് ഇവരെ ഇത്രയും കാലം ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഒരു നല്ലൊരു കണ്ണികളുണ്ട്. അതുകൊണ്ടാണ് ഈ ആളുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് പൊന്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒന്നുമല്ല, കാരണം വേടൻ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വേടൻ ഒന്നുമല്ലായിരുന്നു. പക്ഷേ വേടൻ്റെ വായിൽ നിന്നും വേടൻ്റെ മനസ്സിൽ കുത്തിക്കുറിച്ച ആ വാക്കുകളാണ് ഇന്ന് പലയിടങ്ങളിലും കൊള്ളുമ്പോൾ ആ വാക്കുകൾ മറ്റു ആളുകൾക്ക് കേട്ട് നിൽക്കാനുള്ള ത്രാണികളില്ല. ആ ത്രാണി ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് വേടനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, ആ വാക്ക്, മൂർച്ചയുള്ള വാക്ക് ആ മനസ്സിൽ നിന്നും ഉള്ളിലേക്ക് നാക്കിലെത്തി ആ നാക്കിൽ നിന്ന് നമ്മൾ കയ്യിലേക്ക് ആ പേന കൊണ്ട് എഴുതിയ വാക്കുകൾ ഇന്ന് മറ്റുള്ള ആളുകൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് മലയാള ഭാഷയിൽ പറഞ്ഞ, പച്ച മലയാളത്തിൽ പറഞ്ഞ കുരു പൊട്ടുന്നു, അത് മനസ്സിൽ കൊള്ളുന്നു. ആ കൊള്ളലുകളാണ് ഇന്ന് വേടനെ ഈ തരത്തിലാക്കാൻ കാരണം. ദളിതരായ ആളുകൾ കയറി വരുമ്പോൾ മറ്റുള്ള ഇതുപോലത്തെ മുന്തിയ ജാതിക്കാർക്ക്, ഈ ജാതി പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ഊളകളുണ്ട്. ആ ഊളകൾക്ക് കൊള്ളുന്നത് കൊണ്ടാണ് ഇന്ന് ഒരു ദളിതനെയും ഇന്ന് കലാലോകത്ത് ഉയരാൻ കഴിയാത്തത്. അതാണിതിൻ്റെ സത്യം. ഇപ്പോൾ എന്നെ പറഞ്ഞ് ഞാൻ 20 വർഷമായിട്ട് കലാഫീൽഡിലുണ്ട്. ഇന്ന് വരെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പാടാൻ എനിക്ക് കഴിവുണ്ടെന്ന് എനിക്ക് തന്നെ ബോധ്യമുണ്ട്. പക്ഷേ എവിടെ എത്താൻ കഴിയുന്നില്ല. കാരണം ഞാനൊരു ദളിതനാണ്.